ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉച്ചയ്ക്കാണ് വന്നത്. 1 മണിയായി. 1 മണി ആകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അമ്മായിക്ക് വേവിച്ച് കൊടുത്ത് അമ്മായി ഇച്ചിരി വാങ്ങാൻ പോയി. അപ്പം നമുക്ക് കഥ പറയണം. നമ്മൾ ഉണ്ണേട്ടം വരുമ്പോൾ നമ്മൾ കഥ പറഞ്ഞു കഴിയണം. അപ്പം നമ്മൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് ഉച്ചയുണ്ട് വന്നോളൂ. കുഞ്ഞി ഞണ്ടിൻ്റെ കറിയുണ്ട്, ചെമ്മീൻ വരട്ടേന്നുണ്ട്. അത് കഴിച്ചിട്ട് ചോറും കഴിച്ചിട്ട് പോകാം. പപ്പടമൊന്നുമില്ല എന്ന്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. അപ്പം നമ്മളെ കഥയിലേക്ക് വരാം. അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ? സബുനോ ഓള് കാറിനിറങ്ങാൻ പറയല്ലേ. സബുനൊരു ഉമ്മയൊക്കെ കൊടുത്തെങ്കിൽ പണിയപ്പോണ്ടാച്ചിട്ട് ഓൾ ഇറങ്ങിയല്ലേ ചോറ് വയ്ക്കാൻ പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരിങ്ങനെ ഇറങ്ങി ആ തൊടിയിലാക്കി ഇട്ടുണ്ടാവുക. അപ്പം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ പിന്നെ വാസേട്ടുണ്ടാവും. നമ്മളെ പന്തലിൻ്റെ നേരെ വെൽക്ക് എഴുതിയ ബോർഡിൻ്റെ ഓല വെച്ചിട്ടൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ പന്തലൊക്കെയാണ്. പിന്നെ കൈതോല പോലത്തെ നീളമുള്ള ഓലേൻ്റെയൊക്കെ പന്തലുണ്ടാവും. അങ്ങനെ അവിടെയൊക്കെ കെട്ടിയാണ് നല്ല ഭംഗിയുള്ള പന്തൽ. അന്നൊക്കെ പച്ചപ്പാണ് പന്തൽ നോക്കുമ്പോൾ ഉണ്ടാവും. താള ചുടിപ്പായൊക്കെ കെട്ടി അങ്ങനെ അടിപൊളി പന്തലൊക്കെ വയ്ക്കുക. പന്തലിൻ്റെ നേരെ നിൽക്കണം കേട്ടോ നമ്മളെ വാസേട്ടൻ. അപ്പോൾ നമ്മളെ സൗണ്ട് കൊണ്ടിട്ട് വന്നെങ്കിൽ ഇതും വെച്ചേക്കണം. അപ്പോൾ ഒന്നും കേൾക്കില്ല. ഞാൻ ഫോണിൻ്റെ സൗണ്ട് ഉറക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോകാം. അങ്ങനെ ഇവരിങ്ങനെ നടന്നു വരുമ്പോൾ വാസട്ട അവിടെ കിട്ടാം. അപ്പോൾ വാസട്ട വേണം ഇങ്ങോട്ട് പാസ് ചെയ്ത് അങ്ങോട്ട് പോകും. നന്ദിനി മുന്നേ പോയി. അപ്പോൾ വാസട്ട സബുനോട് ചോദിക്കുക, മോനെ നിങ്ങൾ എന്താക്കിയ നിങ്ങളെ കാണാനായിട്ടൊരു സമാധാനമല്ലേ ഇനി? അത് ഒന്നുമില്ല വാസട്ട, ആ ഡ്രസ്സ് അവിടെ നിന്ന് അടിച്ച് കിട്ടണ്ടേ. അപ്പോൾ അതിനൊരു അരമണിക്കൂറായി. പിന്നെ വെരി ഫാൻസി സാധനം അതും ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞ് ശാലിനിയൊക്കെ. പിന്നെ അതുപോലെ കാർത്തിക കൊണ്ടുപോകാനുള്ള കുറച്ച് ചെരുപ്പ് അങ്ങനെ കണ്ട പൊട്ട് മാല പൊട്ട് കൺമിഷി അങ്ങനെ കണ്ടതൊക്കെ വാങ്ങി അങ്ങനെ ഇച്ചിരി നേരം വയ്ക്കാം. അത് ശരിയാണ് മോനെ, ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിലായപ്പോൾ അതിനൊന്നും പോകാനൊന്നും അവർക്ക് സമയം കിട്ടിയില്ലല്ലോ. അതാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഓക്കെയാണ്. നിങ്ങളില്ലായിട്ട് നിങ്ങൾ എത്തായിട്ടൊരു സമാധാനക്കേടാണ്. ഇനി വേഗം ചോറുന്നോളി. ചോറുന്നോ? എല്ലാവരും ചോറ് കഴിഞ്ഞ്. വസടം കഴിച്ചോ? മീനങ്ങനെ നല്ല മീനാ മോനെ, നല്ല രസമുണ്ട് കറിയൊക്കെ. തെരണ്ടിക്കറി മസാലയൊക്കെ വെച്ചിട്ട് മസാലക്കരച്ച് വെച്ചിട്ട് നല്ല രസമുണ്ട്. പിന്നെ പച്ചക്കറി പെരിയൊക്കെ ഉണ്ട്. വേഗം ചോറുന്നോളി. അപ്പം പറയാം വിശന്നിട്ട് വയ്യ വാസട്ട, ഇവിടുന്ന് ചായ കുടിച്ച് പോയതാണ്. പിന്നെ നമുക്ക് ഒന്നും കഴിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ വേഗം നോക്കിയാൽ. അപ്പോൾ സാബു വേഗം എന്ത് ചെയ്യും, അപ്പുറം പോയി ബക്കറ്റെന്ന് കയ്യും കാലും മൊക്കൊക്കെ അങ്ങോട്ട് കഴുകി വേഗം അപ്പം എന്തെല്ലാം അങ്ങോട്ട് മുണ്ടിൻ്റെ മണക്കുത്ത് വെച്ചിട്ട് ഓനവിടെ ഇരിക്കുക. ഇരുന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഉഷ വേഗം വരും. വേഗം വന്നിട്ട് ഓന് ചോറും കറിയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടാവും ആൾക്കാർ വന്നിട്ട്. അപ്പോൾ ഉഷ വേഗം എന്ത് ചെയ്യും, മീൻ കറിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. മോനെ എനിക്കൊരു സമാധാനമില്ലേ നിങ്ങളെ കാണാനിട്ട്. എൻ്റെ അമ്മ എന്ത് വിഷയിച്ചിരിക്കും, വിഷയിച്ചെന്ന് വിളിക്കാം. അപ്പോൾ പറയും പിന്നെ എൻ്റെ മക്കൾ മീനൊക്കെ കൊണ്ടു തന്നു പോയതല്ലേ, ഈ മീനൊക്കെ തീർന്നു വന്നിട്ടോ. എന്നിട്ടെന്താ ഞങ്ങൾക്ക് എടുത്തച്ചിന്? എടുത്തച്ചത് അല്ല, എടുത്തച്ച അവിടെ ഉണ്ട്. അപ്പം ഇതിലൊക്കെ എടുത്ത് തന്നെ ഉണ്ടല്ലോ. നമ്മൾ വിഷയിച്ച് കഷ്ണങ്ങളൊക്കെ ഊറ്റി. സാബ് നല്ല ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് വിഷയിച്ചിക്കും മസാറിനൊക്കെ അറിയാം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ മീൻ്റെ കഷ്ണമൊക്കെ വന്നിട്ട് നല്ലോത്ര ഇറച്ചി കഷ്ണം വരിയൊക്കെ കോരിയിട്ട് കൊടുക്കുക. അങ്ങനെ ചോറിങ്ങനെ കഴിക്കും. അപ്പം വാസട പറയും പിന്നെ മോനെ ഇവർ നമ്മളെ തെങ്ങുമ്മ കെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഈസ്കർ സെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒരു പാട്ടിട്ടില്ല മോനെ. ആണോ? അത് നമുക്ക് പഠിച്ചാലല്ലോ നമ്മൾ ചോറൊന്നും ഇരിക്കേണ്ട താമസമുള്ളൂ. നമ്മളെ വീട്ടിൽ കല്യാണപ്പരിയാണെന്നുള്ള എല്ലാവരും അറിയേണ്ടത്, പാർട്ടിയാണെന്ന് എല്ലാവരും വരേണ്ടത്. അതിനല്ല മോനെ, ഇപ്പൊക്കെ 4 പഴയ പാട്ടൊക്കെ കേട്ട് എൻ്റെ മോൻ്റെ കല്യാണം. അപ്പോൾ ഒരു പഴയ പാട്ടൊക്കെ കേട്ട് ഒരു സന്തോഷമല്ലേ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതന്നെയാണ്. പക്ഷെ അടുത്തുള്ളവരും അറിയണ്ടേ നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ട് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോറ് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ നന്ദിനി കുത്തി ചാടിങ്ങാണ്ട് കുലയിലേക്ക് വന്നപ്പോൾ അവിടെ അമ്മേ വലിയ എത്തിക്കാൻ എൻ്റെ മോളെ എന്ത് പറ്റി കാലിന്? അപ്പോൾ വേണുണ്ടാവും ഇങ്ങനെ ബാക്കിൽ. അപ്പടി വളരെ ഒന്നുമില്ല, എന്ത് പറ്റി കാലിന് വയ്ക്കും. അപ്പോൾ അതൊന്നുമില്ല, നീ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഈ നടക്കൂലല്ലോ. നമുക്ക് അച്ഛനൊക്കെ പുന്നാരക്കുട്ടിയിട്ടോളൂ, ഓളൊരു മോളുള്ളൂ, ഒരു ആൺകുട്ടിയൊന്നുമില്ല, ആൺകുട്ടിയും പെൺകുട്ടിയായിട്ടുള്ളൂ. അപ്പം പറയും അതില്ല അമ്മ, ഞങ്ങൾ സാരി എടുക്കാൻ പോയി അവിടുന്ന് പിന്നെ അവിടെ ഇങ്ങനെ പിഞ്ച് ചെയ്ത് വെച്ച മുട്ടിസൂചി അവിടെ ഇങ്ങനെ കിടക്കണ്ടെങ്കിൽ അതെങ്ങനെയോ ക്രോസ് കിടന്നേനെ അതിൻ്റെ കാലിൽ കയറി. നല്ല പറ്റിയില്ല, ഒന്നുമില്ല, പറ്റിയിട്ടൊന്നുമില്ല. എന്നാൽ നോക്കാനൊന്നുമില്ല, ഞാൻ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കണം, അത് അവിടെ നോട്ടാൻ അറിയുള്ളൂ. പിന്നെ ഞങ്ങളിത് സാരിക്ക് അങ്ങോട്ട് കൊണ്ടാക്കിയാൽ. അപ്പോൾ എന്നാൽ മക്കൾ പോയി
അല്ല അപ്പം വേണേക്കാം പിന്നെ കളവൊക്കെ പറയുന്നല്ലോ അറിയാമെന്ന് മനസ്സിൽ വിചാരിക്കട്ടോ. അപ്പോൾ അവളറിയാം വേണിട്ട് എന്താ വന്നേ? അപ്പോൾ എനിക്ക് എന്തേ സപ്പട്ടം കണ്ടില്ല, അവിടെ ഇരുന്ന് വേഗം കൈ കലമ്പോ എനിക്ക് വേഗം ചൊറിച്ച് അങ്ങനെ വേണം ആ കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ നോക്കൂ. അപ്പോൾ നോക്കണ്ട, നല്ല വിശപ്പില്ല, ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് തിന്ന് പോയതല്ല, പിന്നെ എന്തെങ്കിലും കഴിച്ചിക്കണോ? അപ്പോൾ വിശപ്പുണ്ടാവും. അപ്പോൾ അവനാൻ്റെ വിശപ്പ് നോക്കിയിട്ട് അവനാൻ്റെ കാര്യം നോക്കണം. അതാ പറഞ്ഞത്. അപ്പോൾ സപ്പട്ടം കണ്ടില്ല, അവിടെ ഇരുന്ന് വേഗം ചോറ് തന്നെ ഇത് മറ്റുള്ളവർ തിന്നണ്ടേന്നൊന്നും ആലോചിക്കേണ്ട, വേഗം പോയി ഇരുന്ന് തിന്ന്. ഇനി അതിന് വേറെ പിന്നെ വ്യാഖ്യാനൊന്നും കാണണ്ടെന്ന് പറയാൻ ചിരിക്കുക. അപ്പം പറയും നമുക്ക് കഴിക്കണ്ടേ, ഞാൻ ശാലിനിൻ്റെ കൂടെ വന്നോളാം, ഓൾക്ക് തിന്നണം കുടിക്കണമെന്നൊന്നുമില്ലടി, ഈ വന്ന് കഴിക്കാൻ നോക്കിട്ടോ, ഓൾക്ക് ഭക്ഷണം വേണമെന്നേ ഇല്ലാത്തൊരു പെണ്ണാണ്, ഈ ഓളെ കാത്തുക്കണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയിരുന്ന പറയും. എന്നോ അവിടെ പോ വേണിൻ്റെ പിന്നെ സബിനോട് പറയും അല്ല നമ്മളെ കാത്തുന്നില്ലല്ലേ, അപ്പം അത് അവിടെ ഇരുന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തിരുന്നു. അങ്ങനെ അമ്മോനോ കുറേ മീനൊക്കെ ഇട്ട് തന്നെ ചോറ് വയ്ക്കുമ്പോൾ നന്ദിനി നല്ല കുത്തിച്ചാടി വന്നങ്ങാണ്ട് സബിൻ്റെ നേരെ ഇട്ടുപ്പുറകളെ കസേരയിലിരുന്ന് ചോറ് ഒക്കെ വിളമ്പി കൊടുത്ത് വേറെ ആൾക്കാരൊക്കെ കറി കിളമ്പി ശേഷിച്ചപ്പം അങ്ങോട്ട് പോയിണ്ടാവുക. അപ്പോൾ അവൻ പറയും പിന്നെ സബറി സബിൻ്റെ കുറേ ഇറച്ചി കഷ്ണം പോലെ മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ സബറി നന്ദിനിക്ക് മീനിൻ്റെ കണ്ടൊന്നുമില്ലേ എന്നാണ് പറഞ്ഞുകൊണ്ട് ഓൻ്റെ ചോറും എടുത്ത് കണ്ടിട്ട് നന്ദിനിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടുകൊണ്ട് മറ്റേ ആളെ ആത്തുനിന്ന് വന്ന് പന്തലിലേക്ക് വന്ന് ഇരിക്കുമ്പോഴാണ് ഇവ ഇതൊക്കെ ഇട്ട് കൊടുക്കണ കണ്ട്. അപ്പോഴി പെണ്ണ് നന്ദിനീൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് പിന്നെ ചോറാരോ മീൻകറി എനിക്ക് വേണ്ടാറുണ്ട് പച്ചക്കറി. അപ്പോൾ അവൻ പറയും ഓക്ക് മീനൊന്നും വേണ്ടല്ല, എന്നാൽ ഈ പച്ചക്കറി ഉപ്പേരി കുട്ടിക്ക് തിന്നടി എന്നറിയോ. അപ്പോൾ അറിയാം ഞാൻ എന്തേലും കുട്ടി തിന്നോണ്ട് പിന്നെ നിറഞ്ഞെടുപ്പ് പിന്നെ മുഖം കണിപ്പിച്ചിട്ട് ചോറിന്. അപ്പോൾ വിചാരിക്കും ഇവക്ക് എന്താ ഇപ്പോൾ പ്രശ്നം, പിന്നെ ഇനിയും തീർന്നില്ലേ ഈ പരാതിപ്പെട്ടി മുഖം കൽപ്പിച്ച് നിൽക്കണ്ടല്ലോ. എന്തെങ്കിലും അട്ടച്ചിട്ടോ വേഗം ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വേഗം സെറ്റ് പഠിക്കുന്നവർ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടോ. അല്ല എന്താ പാട്ടെടുത്ത് വേഗം പാട്ടിടി, നല്ല പാട്ടൊക്കെയിട്ട് അടിപൊളി പാട്ടന്നെടി പിന്നെ പറയും. അപ്പടി ശാലിനി വേഗം 2 പടി ചോറും വരുത്തുന്നു വേഗം സപ്പോ വെച്ചെടുത്തേക്ക് തിന്നു. ആടെ കൈ ഇങ്ങനെ പിടിച്ച്. അപ്പോൾ അവൻ ചോദിക്കുക എന്താടി ചേച്ചി അവൻ്റെ അടുത്ത് അവളെടുത്തേക്ക് ചെല്ലുക കൊണ്ടും എടുക്കത്തി കണ്ട് എടുത്തേക്ക് ചെല്ലുക എന്താടി നോക്കിയ. അപ്പോൾ പറയാം സാബു അണക്ക് കിട്ടി അണക്ക് തിന്നാ പോരെ, എന്തേ ഞാൻ തിന്നല്ലോ, എന്തിനാ ഓക്ക് ഇട്ടെടുത്തത്. അപ്പം ചോദിക്കുക അതിനാണ് ഈ മുഖം കൽപ്പിച്ച് വന്ന് അത് ചോദിക്കാണ് അപ്പോൾ വന്നത്. പറയാം എന്തടി അനക്ക് ഭ്രാന്തായിപ്പോയോ, എനിക്ക് നല്ല ഭ്രാന്തട്ടെ ശാലിനി, നട്ട ഭ്രാന്താണ് എനിക്ക് എന്നോട് പറയാനൊന്നുമില്ല, ഈ ഉണ്ടാകും വിൽക്കോടുന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നോട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ വായോണ്ടാവില്ല പറയാൻ പറഞ്ഞുകൊണ്ട് ഓൻ വേഗം സിറ്റാറിൻ്റെ അടുത്തേക്ക് വിൽക്കണം. അപ്പോൾ പെണ്ണ് കൈയേക്കാൻ പോയിണ്ടാവും. അപ്പം പിന്നെ ഇവിടെ സെറ്റാരം പാട്ടിടയ്ക്കും, നല്ല പാട്ടിടുന്നതാണ്, നല്ല പാട്ടിട. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരതങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാല് നില പന്തലി തൂവാനിലമ്പിൽ ആ പാട്ടായി കിട്ടണ്ട കേട്ടോ. അപ്പടി വസരം കിട്ട് വന്നിട്ട് വസടാ എങ്ങനെ പാട്ടടിപൊളിയല്ലേ, ആടാ നല്ല പാട്ട് ഈ പറഞ്ഞത് പാട്ടിട. അപ്പോൾ പിന്നെ അല്ല ഓരോട് പഴയ പാട്ടിടാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ പറയും വാസട്ട തിരക്കിൻ്റെ ഇടയിൽ ഗുളിക ഒന്ന് കഴിക്കാൻ മറക്കരുത് കേട്ടോ, വാസട്ട ഗുളിക കഴിക്കാൻ. ആടാ അതൊക്കെ ഞാൻ കഴിക്കും, ആ കന്നെ ഓള് വേണ്ട മാതിരി ശ്രദ്ധിച്ചോളൂ, ഓളാണ് എനിക്ക് ഗുളിക കൊണ്ടുതരാം അത് ഉഷിച്ച്. അപ്പോൾ അവൻ പറയോ നമ്മളോ ചേച്ചിയല്ലേ നമ്മളോ ചേച്ചി നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കൊണ്ട് വാസേട്ട ഗുലായിലേക്ക് ഓനും ഗുലായിലേക്ക് കയറി. അങ്ങനെ അകത്തേക്ക് ചെന്നാൽ എല്ലാവരും ചോറിന്ന് വർത്താനൊക്കെ പറഞ്ഞ് വലിയമിക്ക വർത്താനം പറയണ്ടാവും. അപ്പം നന്ദിനി കയ്യേക്ക് മുഖം തുടച്ചിട്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇവൻ പറയും എല്ലാവരും ഇതാ വേഗം മാറ്റിക്കോളി, ബാബടനടാ വീണ പറയും ബാബടെ മാറ്റുണ്ട് സാബു എന്നറിയാം. അപ്പോൾ പിന്നെ വേണുവിനോട് അറിയാം ഈ അനിയനാ ഈ വേഗം മാറ്റിക്കോ. അപ്പോൾ സാബുവിന് മാറ്റണ്ടേ നമ്മളെ ആക്കത്തിലൊക്കെ മാറ്റിക്കോണ്ടേന്ന് അറിയാം സാബു ചിരിച്ചിട്ട്. അപ്പോൾ വേണു വേഗം എന്ത് ചെയ്യും പിന്നെ ബാബയുടെ റൂമിലേക്ക് പോകും, ആ ഡ്രസ്സൊക്കെ അവിടെ ഇരിക്കും. അപ്പോൾ ഇവൻ പറയും ഇവരുടെ റൂമിലേക്ക് ഇന്ന് പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നന്ദിനിക്ക് ഉണ്ടാവാറുണ്ടാവും. അപ്പോൾ ശാലിനി അടക്കാന്ന് കൂടെ വരികയായിരിക്കും. അപ്പോൾ ഉണ്ടാവും ഇവിടെ പറയും ഇവൻ പറയാം ഇതാ വലിയമേ അമ്മ എല്ലാവരും വേഗം അങ്ങോട്ട് മാറ്റിക്കോളി, പെണ്ണുങ്ങളെല്ലാവരും വേഗം മാറ്റിക്കോളി, നിങ്ങൾ ഒരുക്കാൻ കഴിയാത്ത വിശ്വസിച്ച് വേഗം മാറ്റിക്കോളി, ഇനി ഒരു പണി എടുക്കാനൊന്നും നിങ്ങൾ പോകണ്ട, നമ്മുടെ പന്തലിൽ ആൾ വരുമ്പോൾ നിങ്ങൾ മുന്നിലുണ്ടാവണം. ഇത് അവരൊക്കെ പെണ്ണുങ്ങളൊക്കെ കുറച്ച് ലഡും മിച്ചറും ബിസ്ക്കറ്റൊക്കെ പ്ലേറ്റിലാക്കി കണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് പാർട്ടിക്കാന്ന് അതൊക്കെ കൊടുത്തോണ്ടിന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ശാലിനി ഇങ്ങോട്ട് വരും. ശാലിനി ഇങ്ങോട്ട് വന്നിട്ട് അവനോട് പറയും എല്ലാവരും ഉണ്ടെന്ന് പറയും ഇവിടെയുള്ള പെണ്ണുങ്ങളെ മാറ്റിക്കയ്യാൻ നടക്കേണ്ട ആവശ്യമില്ല, പെണ്ണുങ്ങൾക്ക് അറിയാൻ മാറ്റാം, ഈ ആദ്യം പോയി മാറ്റി പോരാൻ നോക്കുന്നത്. അപ്പടി അവൻ അത് തീരെ പറ്റില്ല കേട്ടോ, ഇവിടെയുള്ള പെണ്ണുങ്ങളെ മാറ്റാൻ ഈ നടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനതൊരു വല്ലാത്തൊരു ചമ്മൽ എന്തൊക്കെയോ തോന്നിപ്പോയി.
അപ്പടി ഇങ്ങനെ ഓളെ നോക്കും. അപ്പോൾ ഓളെ നോക്കിയിട്ട് പറയാം, ഞാനിപ്പോൾ ശരിയാക്കി തരട്ടോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൊണ്ട് വളർന്നിട്ട് അപ്പം തന്നെ വിശേഷിക്കും എന്തോ പോലെ ആയിട്ടോ. നല്ലപോലെ നമ്മളടുത്ത് വന്ന് തമാശ പറഞ്ഞ് ഞങ്ങളോടൊപ്പം മാറ്റാൻ വേണ്ടി പറഞ്ഞതാ കുട്ടി. ഈ പെണ്ണ് എന്തിനാ അങ്ങനെ പറയണേ, അനങ്ങ ഒരു തറുതല പറയണേ. അത് വിശേഷിക്കാൻ പറ്റിയില്ല കേട്ടോ. ശാലിക്കൊന്നും തോന്നിയില്ല. നമ്മൾ ഇടക്കളന്ന് വേർക്കണ്. എൻ്റെ സൗണ്ട് കേൾക്കണ്ടാവും കേട്ടോ. നമുക്ക് ഫ്രീഡം കുറഞ്ഞ് സംസാരിക്കാം. നമ്മളെ വാതിലൊക്കെ ചാരിയിട്ട് കൊലവണ്ടി കാണുന്നുണ്ടെന്നാവാം. അങ്ങനെ സാപ്പിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ വാസേട്ടനൊക്കെ മാറ്റി നല്ല ഷർട്ടും മുണ്ടും ചന്ദനക്കളർ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഇട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. കല്യാണത്തിനൊക്കെ അതേപോലെ അങ്ങനെ ലൈറ്റ് കളർ ഷർട്ടാണ് വാസേട്ടയുടെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും മാറ്റി, ശാലിനിയൊക്കെ മാറ്റി സുന്ദരി എല്ലാവരും ഇറങ്ങി. അപ്പോൾ ശാലിനി അറിയാം നന്ദിനിയോട്, അയ്യോ നമുക്ക് നാളെ മുല്ല വേണം, അത് സാബുനോട് ഏട്ടനോട് ഈ വീണേട്ടനോട് പറയട്ടെ നന്ദിനി എന്നൊക്കെ പറയും. നന്ദിനി പറഞ്ഞെങ്കിൽ ഇപ്പോൾ വീണേട്ടൻ കേൾക്കുന്നുള്ളതിൽ അപ്പോൾ പറയാം, അല്ലെങ്കിൽ മുല്ലപ്പൂ വേണമല്ലോ നമ്മളെ കല്യാണപ്പെണ്ണിന്. അപ്പോൾ അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 5 മണിയായി 6 മണിയായിട്ടും പാർട്ടിയൊക്കെ തുടങ്ങി. സാബു വന്നില്ല. അപ്പോൾ അവളെ മനസ്സിൽ സാബു എന്താ വരാത്ത, സാബു അവളെ കണ്ണ് എപ്പോഴും സാബുവിനെ നോക്കിക്കൊണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര സ്നേഹമാണ്. സാബു ആരെയും ഒന്ന് സ്നേഹിക്കണതോ നല്ലപോലെ വർത്തമാനം പറയണം, ആരോടും പറയണമെന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഒരു പെണ്ണാണ്. അപ്പം സാബുവിനെ കാണില്ല. അങ്ങനെ പന്തലിന് ഈ വേണു സുന്ദരനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പം വേണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബാബുക്ക്, എടാ സാബു ഇതുവരെ മാറ്റി വന്നില്ലേ സമിത്രേ. അപ്പോൾ ഇതൊന്ന് പോയി വയ്ക്കണം തന്നെ. അല്ല വേണുവിനോട് അല്ല ബാലനോട് ബാലൻ മാറ്റി ഇങ്ങോട്ട് വന്നിട്ട് ബാലനോട് എടാ സാബു എടാ ഓനവിടെ കിടന്നുറങ്ങണ്ടെന്ന് പറയും. കിടന്നുറങ്ങി. അപ്പം വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയട്ടാ സാബു ഇതുവരെ വന്നില്ല. ബാലനോട് ചോദിച്ചപ്പം ബാലൻ പറഞ്ഞു അവിടെ കിടന്നുറങ്ങണ്ടെന്ന്. പക്ഷെ ഞാൻ പോയി കൂട്ടിയിട്ട് വന്നാണെന്ന് പറയാം. അപ്പടി ഇവൻ ചെരുപ്പ് ഇടിയിക്കിട്ടോ. അവൻ പറയും ഞാൻ ചെരുപ്പൊന്നും ഇട്ടേന്ന് പറഞ്ഞ് അല്ല കെട്ടണ ചെരുപ്പ് കേൾക്കാതൊക്കെ ഇങ്ങനെ കുമ്പിട്ടിടുമ്പോൾ ശാലിനി വേഗം വന്നിട്ട് പറയും, വേണട്ടാ എന്താണ് എന്താടി കുമ്പിട്ട് ഇങ്ങനെ തല നോക്കിയിട്ട് എന്താടി ഞാൻ പോയി കളയി പോണ്ട. അതെന്തേ? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ പെണിങ്ങോ? ഞാൻ പോയാലേ ശരിയാവുള്ളൂ. എന്തേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ? ചെറുങ്ങനെ. എന്തിനി? ഒന്നുമില്ല, വെറുതെ ഒന്നും പണങ്ങൊന്നുമില്ല. ഈ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശാലിനി? വേണ്ട അതാണ് ഞാൻ പോയിക്കോളാം. ശാലിനി എനിക്കൊന്ന് വെറുതെ ഇരുന്നോടെ ഈ മിണ്ടാ നമ്മളുടെ ഞാൻ പോയിക്കോളാം എന്നാണ് പെണ്ണ്. അങ്ങനെ ഇങ്ങനെ ചന്തവിച്ച് ചെരുപ്പൊക്കെ ഇട്ട് അവിടേക്ക് ഇങ്ങനെ ബാലനൊക്കെ വന്നിട്ട് കുറേ സമയം കിട്ടും. അവനെ കാണാഞ്ഞിട്ടാണ് ഇവർ ചോദിക്കണത്. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടാവും മുറ്റത്ത് എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഉണ്ടാവും കൊലായിലെ റൂമെന്ന് മറ്റ് നല്ല പാൻറ്റും ഷർട്ടൊക്കെ പാത്തിക്കിട്ടാ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ കസേരന്ന് ബാഗ് എടുത്ത് തോളിലിട്ട് അപ്പടി ഇവിടെ ഓടിച്ചെന്നിട്ട് എടാ സോപ്പ് എങ്ങോട്ടുണ്ടോ ബാഗ് നോക്കിയിട്ട്. അപ്പം പറയാം എനിക്ക് ഇത്രയും കാലം തീറ്റിപ്പോറ്റി എനിക്ക് ഒരു പൈസയും ഒക്കെ തന്നൊരു ജോലിയും കൂലിയൊക്കെ തന്നൊരു മാമുണ്ട്. മാമൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോലും ഞാൻ പോവാണ്ട നിന്നതാണ്. ഇനി എൻ്റെ വാക്കിട്ട് ഞാൻ പോവാണ്ട നിന്നതാണ്. ഇനി പോകാൻ ഞാൻ ശരിയാവില്ല. അപ്പടി എടാ എനിക്കൊരു ഒത്തിരി സമാധാനം കൊണ്ടടാ, ഈ പോകല്ലേ അങ്ങനെ പറയില്ലടാ. അനക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അനക്ക് സമാധാനം ഉണ്ടാവും. ഞാൻ ഇവിടെ നിന്ന് പോയാൽ അനക്ക് സമാധാനം സന്തോഷത്തോടു കൂടി എനിക്ക് എൻ്റെ ഏട്ടൻ്റെ കല്യാണം അടിച്ച് പൊളിക്കുക. ഞാൻ പോവാണ് ഇവിടെ നിന്ന് പറഞ്ഞോളെന്തെങ്കിലും എൻ്റെ അരക്കി ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് എടാ പോലെ അങ്ങനെ പറയില്ലടാ. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കല്യാണം എന്ത് സന്തോഷം അത് ഈ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് അറിഞ്ഞാൽ പഠനമുണ്ടാവും. ഓൻ്റെ അമ്മ വിളക്കെത്തിക്കാൻ തന്നെ ഇങ്ങോട്ട് വരുന്നത്. ബാക്കിൽ ബാലം വരുന്നത് എന്താ വെച്ചാൽ ശാലിനി വന്നതറിയില്ല. ഇവനെന്താ വരാത്ത അത്രയും സമയമായിട്ട് എന്താ കിടന്നുറങ്ങണം ഓരൊക്കെ ചോദിക്കണ്ടല്ലോ ബാലനും ഇങ്ങോട്ട് വരണേ. അപ്പടി രണ്ടാളും കാണും. ഓളിങ്ങനെ അരക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കണത് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ബാഗൊക്കെ ഇങ്ങനെ അക്രമധാരിൻ്റെ കാര്യം നിൽക്കുന്നത്. അപ്പോൾ അമ്മ തിരിഞ്ഞോക്കും ബാലൻ. അപ്പോൾ അമ്മ നമ്മൾ മുന്നേറ്റം പോയി ഇനി സൗണ്ടിൽ പറയാം. അപ്പോൾ അമ്മ പറയും അപ്പോൾ അമ്മ ബാലനങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, എന്താടാ ഓനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്. അപ്പോൾ അവൻ പറയും, അമ്മ മിണ്ടാട്ടാ ഒന്നും ചോദിക്കണ്ട, രണ്ടാളും നല്ല സ്നേഹത്തിലാണ് നല്ല പ്രാമത്തിലാണ് മിണ്ടാണ്ട. ആര് വളേനി ആ പെണ്ണ് ഒരു കത്തമ്മയ്ക്ക് കിട്ടിയില്ല, പെണ്ണിൻ്റെ പേര് കിട്ടിയില്ല.
എടാ അപ്പോൾ അവൻ പറയും എടാ വാസേട്ടൻ കൊടുക്കടാ അവന് ഇവനൊരു അക്രമധാരിയല്ലേ, അതുകൊണ്ട് പറയാം അമ്മ മിണ്ടണ്ട, അമ്മ ഒന്നും ചോദിക്കണ്ട എന്നറിയാം. അപ്പോൾ അവൻ എങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അമ്മ ഇങ്ങനെ തിന്നുകൊണ്ട് അമ്മ ഏട്ടന് വരും. അപ്പം പറയും പൊടി അങ്ങോട്ട് മാറി, ഏട്ടനും അമ്മ വരുന്നാലും ഓൾ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ പിടിച്ചാണ്ട് മാറ്റും. അപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ട് അപ്പോൾ ബാലം കൊണ്ട് കയറും. എന്താ പ്രശ്നം, എന്താ പ്രശ്നം? അപ്പോൾ വളരെ നോക്ക് ബാലേട്ട, അവൻ മാമൻ്റെ അടുത്തേക്ക് പോവാണല്ലോ കല്യാണമായിട്ട്, പിന്നെ ഞാൻ പോകണ്ട പറഞ്ഞിട്ട് കേൾക്കില്ല എന്നറിയാം. അപ്പോൾ പറയും എന്തിനാടാ ഇപ്പം പോണത്? പിന്നെ അമ്മയ്ക്ക് വയ്യാറുണ്ട്, മാമ കത്തച്ചിങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞില്ല അവളെ വീട്ടിൽ, ഇനി പിന്നെ നാളത്തെ ഒരു നേരത്തേക്കല്ലേ, അത് നിങ്ങളെല്ലാവരും ഇല്ല ഏട്ടാ, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് ചെയ്താൽ മതി. പറയും എടാ ഇജ് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇജ് ഇപ്പോൾ പോയാൽ ഇപ്പോൾ നമ്മളെ കാര്യം ഞങ്ങളൊക്കെ ശരിക്കും ചെയ്യും, നോക്കുകയൊക്കെ ചെയ്യും, കല്യാണമൊക്കെ ഭംഗിയാവും. പക്ഷെ ആ വാസേട്ടന് വിഷമാവില്ലേ, അയാൾക്ക് വിഷമം തട്ടാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. അതിന് സ്വന്തം മോക്ക് തോന്നുന്നുണ്ട് അതൊക്കെ. പിന്നെ അപ്പം അമ്മയ്ക്ക് അല്ലടാ മാമ കത്തയച്ചിട്ട് 3 ദിവസമായി, അന്ന് ഈ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങോട്ട് വരാം. ഇന്നിപ്പോൾ കല്യാണത്തിൻ്റെ മൂട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് കല്യാണം കൂടാൻ പറ്റാണ്ട് ഇയാളെ കൊണ്ട് പറപ്പിക്കണം, ഇത്രയും അവിടെ ചെയ്ത് കൊടുത്തതിന് വല്ല കാര്യമുണ്ടോ എന്നറിയാം. അപ്പോൾ അവനതൊന്നും കേൾക്കില്ല. ഞാൻ പറയാം ശരിയാവില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോവും, ഇവർ അങ്ങോട്ട് കല്യാണമൊക്കെ നടത്തിക്കോട്ടെ, പിന്നെ ഇങ്ങോട്ട് മാറിക്കണിങ്ങോട്ടൊരു അപ്പഴുണ്ടാവും വീണ് വരുന്നത്. വീണ് വന്നേ എന്താ പ്രശ്നം? അപ്പോൾ പറയും പോയിട്ടാ സാബു ഇതാ പോവാൻ പോണേ. എങ്ങോട്ട്? മാമൻ്റെ അടുത്തേക്ക് പോവാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വയ്യാറിഞ്ഞിക്കണ്, അതുകൊണ്ടാണെന്ന് അറിയാം അവൻ്റെ അമ്മ. അപ്പോൾ പറയാം അമ്മായിക്ക് വയ്യാന്ന് അറിഞ്ഞിക്കണ്, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പോകുള്ളൂ എന്ന് സാബു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ബാഗ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് പറയും അമ്മ ഇതാ ബാഗ് അവിടെ കൊണ്ടൊക്കെ നടക്ക് സാബു. അപ്പറേടാ ഞാൻ കല്യാണത്തിന് ഇല്ലാത്ത നല്ലത്, അതെന്താ ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിക്കതൊന്നും ഇഷ്ടമല്ല പിന്നെ സാബു അല്ല ബീനു. പിന്നെ ഞാൻ പെണ്ണുങ്ങളെ വയ്യ നടക്കുന്ന ഒരു പെങ്കോന്തൻ്റെ പോലത്തെ ഭർത്താനൊക്കെ അവൾ പറഞ്ഞു തന്നെ. അപ്പോൾ എനിക്കതൊന്നും സഹിക്കില്ല. എനിക്ക് ആ നന്ദിനിയും കാർത്തികയൊക്കെ എന്നാണ് എൻ്റെ പെങ്ങന്മാരായത്. ഞാൻ ഈ പെങ്ങന്മാരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടികളുടെ അടുത്തേക്ക് ഒരു കല്യാണം കൂടാനൊന്നും ഞാൻ പോകല്ലേ. ഞാൻ എൻ്റേതായ മൈൻഡിൽ ഞാൻ ജീവിച്ച് പോരുന്ന ഒരാളാണ് വീണു. അതെല്ലാം മാറ്റിയെടുത്ത ഈ പെണ്ണാണ്. എന്നിട്ട് ഈ പെണ്ണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു, പിന്നെ ആ വാസയായിട്ട് നിങ്ങൾക്കൊക്കെ ഒരു വിഷമമായി പോയില്ല. അപ്പോൾ അതിലും നല്ല ഞാൻ ഇവിടെ പോകണതാണ്, അതുകൊണ്ട് പോവുകയാണ് പറയും. അവരെ എടാ അപ്പോൾ അവളെ ഏട്ടാ ഞാൻ അവരെ ശലി മിണ്ടരുത്, അടങ്ങി ഒതുങ്ങി നിന്നോണ്ടി കുറച്ചൊക്കെക്കൊണ്ട് പെണ്ണുങ്ങളെ വയ്യ പോണ ആളല്ല, എൻ്റെ വയ്യ വരെ വരാത്ത ഒരാളാണെന്നുള്ള എനിക്ക് അറിഞ്ഞിട്ട് ഈ അല്ല എൻ്റെ വയ്യ പോയത്. പിന്നെ ഈ എന്തിനാ അങ്ങനെ സംശയം വെക്കേണ്ട ആവശ്യം? ഞാനത് അവനോടുള്ള ഇഷ്ടമുണ്ട് ഇങ്ങനെ ഒന്നല്ലിട്ട് ശലിനി പറയാം ഈ നടക്കട ഓക്ക് ദേശം തകരാറായിപ്പോയതാണെന്ന് കണ്ടിട്ട് ഓനെ പിടിച്ച് തോൾ കൂടെ കൈയിട്ട് കൂട്ടിക്കൊണ്ടേക്കണം അവൻ്റെ പരയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം ശാലിനി ഇങ്ങനെ അമ്മേനെയും പിന്നെ പാലാട്ടിനെയും നോക്കി ഒരു ലിഞ്ഞ ചിരിക്കുക. അപ്പോൾ ബാലന് പാവം തോന്നും. ബാല പറയും നന്ദിനി മോളെ വീട്ടിലേക്ക് അല്ല ശാലിനി മോളെ വീട്ടിലേക്ക് വയ്ക്കുക, ശാലിനി മോളെ എന്നൊക്കെയാണ് വിളിക്കുക, ശാലിനി മോളെ വീട്ടിലേക്ക് വയ്ക്കുക, അവൻ പോകില്ല കേട്ടോ. പിന്നെ അപ്പോൾ പറയാം പാലേട്ടാ ഞാനൊന്നും പറഞ്ഞില്ല അവന്. എനിക്കറിയാം കുഴപ്പമൊന്നുമില്ല ഈ വയ്ക്കുക. പിന്നെ അപ്പോൾ പറയാം എന്നാൽ ബാലേട്ടാ അങ്ങോട്ട് പാട്ടോ, അമ്മ വെളുക്കടിച്ചിട്ട് പാട്ടോ, വെളുക്കടിക്കാൻ വന്നാൽ നമ്മൾ പറഞ്ഞിട്ടോ വെളുക്കടിച്ചിട്ട് വേഗം വായോട്ടോ, ഞാൻ പൊട്ടട്ടോ മോള് പൊയ്ക്കാന്ന് അവിടെ പോകും. അപ്പോൾ അമ്മ ഇങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ അവൻ ചോദിക്കും വാലൻ ചോദിക്കും എന്തേ വിളക്കെത്തിക്കുന്നില്ല അമ്മേ? എടാ ഞാൻ ആലോചിക്കുക എന്തേ പിന്നെ ശാലിനിക്ക് ഇഷ്ടേനി എൻ്റെ മരുകളൊക്കെ ആയിട്ട് എനിക്ക് ചോദിക്കണം എന്നൊക്കെ ഉണ്ടേനി. എന്നിട്ടിപ്പോൾ എന്തേ മരുകളായിട്ടില്ല വരാൻ വന്നേ. പക്ഷെ ഞാൻ സാബുവിനല്ലേ ചോദിക്കണം എന്ന് വിചാരിച്ചേ. പിന്നെ ആർക്ക് മോന് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചേ. സാബു അമ്മൻ്റെ മോൻ തന്നെയല്ലേ. സാബുവിൻ്റെ മോനാണ്, മോന് കല്യാണം കഴിക്കാനായില്ലല്ലോ, എൻ്റെ മോനല്ലേ മൂത്തത്. പിന്നെ അതുമല്ലടാ സാബുനാ വാസേട്ടൻ തരുമില്ല, അങ്ങനെ കുറച്ച് കുരുത്തക്കേടൊക്കെ ആയിട്ട് നടക്കുന്നതിനെ കൊണ്ട്. ശാലിനി ഒരു പാവം കുട്ടിയല്ലേ, അപ്പം അവൾ എൻ്റെ മോനെ ചേരുള്ളൂ, അതുകൊണ്ട് പറഞ്ഞ. അപ്പോൾ പറയാം അമ്മേ ശാലിനി എനിക്കേ ചേരുള്ളൂ എന്ന് അമ്മക്ക് തോന്നുകയാണ്. എൻ്റെ മോന് ഇഷ്ടമല്ലേ ഇനി ശാലിനിക്ക് ഇഷ്ടമാണ് അമ്മ. ശാലിനെ ഇഷ്ടപ്പെടാത്ത ഒരാളുള്ളത്. ശാലിനെ പോലത്തെ ഒരു പെൺകുട്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യവും പുണ്യൊക്കെയാണ്. പക്ഷേങ്കിൽ അത് നമുക്കല്ല വിധിച്ചത്, അത് അവനാണ്. അവളെ നമ്മളൊന്നും ഇഷ്ടപ്പെടില്ല. അവൾ കുഞ്ഞു നാളിലേ അവളെ സാബുവിനെ ഇഷ്ടപ്പെട്ടു പോയതാണ് അമ്മ. ഈ കുരുത്തക്കേടും കൊസറാങ്കൊള്ളിത്തരും എല്ലാതുള്ള സാബുവിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അമ്മേ അവനല്ലേ പിന്നെ ശാലിനി മാച്ച്. കാരണം വെച്ചാൽ എനിക്ക് എല്ലാ പെൺകുട്ടികളും മാച്ചാവും. ആരെൻ്റെ അടുത്ത് നിന്ന് പോകും, അമ്മൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് പോകാൻ ശാലിനിക്കേ പറ്റുള്ളൂ. വേറെ ഒരു പെൺകുട്ടി വന്നിട്ട് ഇതേമാതിരി ഇതാ വാശിത്തരം ഇതൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ ഓളങ്ങോട്ട് അമ്മൻ്റെ മോനെ ഇട്ടേച്ച് പോകും. ഇവളങ്ങനെ പോകില്ല. അവൾ
അവളെ ജീവിതകാലം മുഴുവനും അവൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ പെണ്ണെന്നല്ലേ അമ്മൻ്റെ മോനെ വേണ്ടത്. അപ്പം അമ്മ സന്തോഷിക്കും. അമ്മയ്ക്ക് സന്തോഷം, അമ്മയ്ക്ക് രണ്ടാളും ഒരേപോലെ തന്നെ. പക്ഷെ ശാലിനി ഒരു പാവം കുട്ടിയായതുകൊണ്ടും പിന്നെ വാസേട്ടൻ തരുമോന്നും അറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെ അമ്മ പറഞ്ഞാ വാസേട്ടൻ മോനെന്താ കൊടുക്കായി, അപ്പം എനിക്ക് തരുമോ? അല്ല, മോനെ കുരുത്തക്കേടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ്. എനിക്ക് എങ്ങനെയായാലും അമ്മക്ക് എങ്ങനെയായാലും അമ്മൻ്റെ മരുകളായിട്ട് ഇവിടെ വരും. അമ്മൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടേനില്ല. ഉണ്ടേനി. പക്ഷെ ഞാൻ ഒരിക്കലും ഇവനെയല്ലട്ടെ ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് പറയാം. ആയിക്കോട്ടെ, നമുക്ക് വേറെ പെണ്ണുണ്ടാവില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മൻ്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അമ്മ വിളക്കെത്തിച്ചിട്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകും. അപ്പോൾ അവനൊരു ഭയങ്കര ഒരു ഫീല് വരും കേട്ടോ. കാരണം വെച്ചാൽ അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഇനി ശാലിനെ കെട്ടണമെന്ന്. പക്ഷേ എങ്കിൽ ശാലിനോട് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞല്ലോ, സാബു ഓളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മുന്നും പിന്നെ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓള് ഈ കുഞ്ഞിലേ സാബുവിനോളം അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടികളെ ഓളെ ഇഷ്ടപ്പെട്ടില്ല. വളേട്ടനൊക്കെ എനിക്ക് ഉണ്ടാങ്ങളെൻ്റെ പോലെയാണെന്ന്. അപ്പം അവൻ പറഞ്ഞു ഇനി ഏട്ടന്മാരൊന്നും അറിയരുതെന്ന് ഓള് പറഞ്ഞിട്ടുമില്ല. ഇപ്പം അമ്മേൻ്റെ അടുത്തും അവൻ പറഞ്ഞില്ല. അവൻ്റെ മനസ്സിലുള്ള അവനെ ഒരു വല്ലാത്തൊരിത് തന്ന. അപ്പം അവൻ ശരിക്കണേ ശാലിനി അങ്ങനെയൊക്കെ കാട്ടുമ്പോൾ അവന് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് സാബു ഒരാളോട് നോക്കണോ പറയണോ ഒന്നും ഇഷ്ടമില്ലാണ്ട് അത്രയും ശാലിനി അവനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക സാബുവിൻ്റെ ഭാഗ്യമുള്ള ചെക്കനാ സാബു വിചാരിച്ചിട്ട് അങ്ങനെ പന്തലിലേക്ക് പോവാട്ടോ, ഓരോ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മളെ കഥ ഇപ്പം ഇവിടെ നിർത്തണേ. കുറേ സമയമായിപ്പോയി, ഒന്ന് സ്ലോ ആയിപ്പോയി. അപ്പം നമുക്ക് ചോറൊക്കെ കഴിക്കാനായി. ഉണ്ണേട്ടാ പോയി. അപ്പം നമ്മളിവിടെ അടക്കളെന്നാ കഥയൊക്കെ പറഞ്ഞാൽ പറ്റാ. ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ എല്ലാവരും നമ്മൾ ലൈവിൽ കയറിയിട്ടോ. കഴിഞ്ഞ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു നമ്മൾ ലൈവിൽ കയറാൻ വേണ്ടി. നമ്മൾ ലൈവിൽ കയറി വഴി തെറ്റി 2, 3, 4, ഒരു 10, 19, 20 ആൾക്കാരോളം വന്ന് പിന്നെ വ്യൂസ് ഉണ്ടായി. പിന്നെ ആൾക്കാരൊക്കെ എടുത്ത് നോക്കി 10, 60, 70, 80 ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടുപോയി. അങ്ങനെ നമ്മളെ ലൈവിലൊക്കെ ഒന്ന് വന്നോണ്ട് ഈ അകലെ നിന്ന് ലൈവിൽ ഇതിങ്ങനെ ചാറ്റിങ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇംഗ്ലീഷൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മലയാളമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഞാൻ ഉണ്ണിയേട്ടനോട് ഫോൺ നന്നാക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ എഴുത്തുണ്ടെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണതാണ്. അപ്പോൾ നമ്മളെ ഈ സൈഡിൽ തന്നെ പെട്ടെന്ന് വായിച്ചിട്ട് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ബൈ.